അമ്മേ ശരണം, ദേവീ ശരണം, ലക്ഷ്മി ശരണം. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഒട്ടുമുക്ക ഗ്രഹങ്ങളുടെയും ചലനങ്ങളിൽ വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതുമൂലം കുറച്ച് അധികം രാശിയിലെ നക്ഷത്രക്കാർക്ക് ഗുണങ്ങളും അതുപോലെ തന്നെ മറ്റു കുറച്ച് രാശിയിലെ നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ചില ഗ്രഹങ്ങളുടെ ചലനങ്ങളുടെ മാറ്റം ചില രാശിയിലെ നക്ഷത്രക്കാർക്ക് നല്ല ഗുണങ്ങളുണ്ടാവും. രണ്ട് ഗ്രഹങ്ങൾ സംയോജിക്കുമ്പോഴും രണ്ട് ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ നമ്മുടെ രാശിയിൽ മാറുമ്പോഴൊക്കെ നമുക്കങ്ങനെ സംഭവിക്കാറുണ്ട്. അങ്ങനെ ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ 3 രാശിയിലെ നക്ഷത്രക്കാർക്ക് വളരെയധികം മാറ്റം തന്നെയാണ് വന്നു ചേരുന്നത്. അവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന മാനസിക ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തൊഴിലുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ മാറി വളരെയധികം നല്ല രീതിയിലുള്ള ഒരു ജീവിതം കൈവരിക്കാൻ പോവുകയാണ്. എന്ന് വിചാരിച്ച് കോടീശ്വരന്മാരാകുമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം വന്നിട്ട് നല്ല രീതിയിൽ മനസ്സമാധാനത്തോടു കൂടി സന്തോഷമായിട്ട് ജീവിക്കാനുള്ള രീതിയിലുള്ള ഒരു അവസ്ഥ വന്നു ചേരും. നമുക്ക് അത് ഏതൊക്കെ രാശിയിലെ നക്ഷത്രക്കാർക്കാണ് ഈ മാറ്റങ്ങൾ വന്നു ചേരുന്നത് നോക്കാം. ആദ്യം ചിങ്ങക്കൂറിലെ മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്കാണ് ഈ മാറ്റം വന്നു ചേരാൻ പോകുന്നത്. ഇവരെപ്പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് നാളുകളായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെയായിരുന്നു ഇവർ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. എന്ത് കാര്യം ചെയ്താലും അവർക്കത് പൂർത്തീകരിക്കുവാൻ സാധിക്കുകയില്ല. അതിൽ നിന്നുള്ള ഫലം ലഭിക്കുകയില്ല. അതുപോലെ എന്തെങ്കിലുമൊക്കെ ജോലിയോ അല്ലെങ്കിൽ ഭാഗ്യങ്ങളോ സാമ്പത്തികമോ എന്ത് വന്നാലും കൈയുടെ തൊട്ടടുത്തെത്തിയിട്ട് തിരികെ പോവും, ലഭിക്കത്തില്ല. അവർ ചെയ്യുന്ന മേഖലയിൽ പോലും അങ്ങനെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതെല്ലാം തന്നെ മാറി മറിയുവാൻ പോവുകയാണ്. ഇവർക്ക് ഇനി വളരെ നല്ല സമയം, ചിങ്ങക്കൂറുകാർക്ക് നല്ല സമയം തന്നെയാണ് വരുന്നത്. അതായത് നിങ്ങൾക്ക് ജോലി ഇല്ലാതിരുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് പുതിയ ജോലി ഈ കാലയളവിൽ കിട്ടുന്നതായിരിക്കും എന്ന് വിചാരിച്ച് ചിങ്ങം 2-ാം തീയതി തന്നെ കിട്ടണം എന്നില്ല, അതല്ല ഓഗസ്റ്റ് 2-ാം തീയതി തന്നെ കിട്ടണമെന്നില്ല. കാരണം ഇതിന് സമയം മാറി എന്തായാലും ഒരാഴ്ച 1.5 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ തന്നെ മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ പറ്റും. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കും. അതുപോലെ തന്നെ സാമ്പത്തിക ഭദ്രത വരും. ജോലി ലഭിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു സാമ്പത്തിക ഭദ്രത വരുന്നതാണല്ലോ. അതേപോലെ തന്നെ വിദേശത്തേക്ക് ജോലിക്ക് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ചിങ്ങക്കൂറിലെ നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് നിങ്ങൾ നന്നായിട്ടൊന്ന് ട്രൈ ചെയ്യാമെങ്കിൽ, നന്നായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിദേശ ജോലി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയം തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. പുതിയ മേഖലകൾ അവർ കണ്ടെത്തും, പുതിയ രീതിയിലുള്ള ബിസിനസ്സുകൾ കണ്ടെത്തും, ബിസിനസ് വിപുലീകരിക്കും. അങ്ങനെ സാമ്പത്തിക ഭദ്രത വന്നാൽ തന്നെ വീടുകളിൽ നല്ലൊരു അന്തരീക്ഷമായിരിക്കും വരുന്നത്. മാനസിക സന്തോഷവും എല്ലാം ലഭിക്കും. ദാമ്പത്യ സൗഖ്യം ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അടുത്തത് വൃശ്ചികക്കൂറിലെ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്കാണ് ഈ ജീവിതത്തിൽ ഈ മാറ്റങ്ങളൊക്കെ വന്നു തരാൻ പോകുന്നത്. അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ വൃശ്ചികക്കൂറുകാർക്ക് ഈശ്വരാധീനം വളരെയധികം ഉണ്ടാകുന്ന കാലഘട്ടമാണ് ഈ ഓഗസ്റ്റ് മാസം 1-ന് ശേഷം. അവർ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന, ഇതുവരെ നടക്കാതിരുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും. അത് തീർച്ചയായും ഈ കാലയളവിനുള്ളിൽ അവർക്ക് നടന്നിരിക്കും. 100% ഉറപ്പ്. എന്തും ആയിക്കോട്ടെ, അവരുള്ളിൽ ആഗ്രഹിച്ചിരുന്നൊരു കാര്യം ഈ കാലയളവിൽ നടന്നിരിക്കും. നിങ്ങൾ എഴുതി വെച്ചോളൂ. പക്ഷെ പരിശ്രമിക്കണം. എന്ത് കാര്യമായാലും അതിനുവേണ്ടി
ശരിക്കും കഠിന പ്രയത്നം ചെയ്താൽ നിങ്ങൾക്കത് ലഭിച്ചിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ച സംഭവം നടന്നിരിക്കും. അതേപോലെ തന്നെ ഇവരിൽ കലാകാരന്മാരുണ്ടെങ്കിൽ, കലാകാരന്മാരെന്ന് ഉദ്ദേശിച്ചത് പാട്ട്, ഡാൻസ്, എഴുത്ത്, അങ്ങനെയുള്ള എന്ത് സിനിമ, സീരിയൽ, നാടകം, ഏത് മേഖലയിലുള്ള കലാകാരന്മാരുണ്ടെങ്കിലും വളരെയധികം പ്രശസ്തി അവർക്ക് ലഭിക്കുന്നതായിരിക്കും, അംഗീകാരം ലഭിക്കും. ഇതുവരെ അവരെ തഴഞ്ഞിട്ടിരുന്ന ആളുകൾ അവരെ എടുത്തുയർത്തി വളരെ അതിപ്രശസ്തിയിലോട്ട് പോകുന്നതായിരിക്കും. പുരസ്കാരങ്ങൾ വരെ ലഭിക്കും. ആ രീതിയിലോട്ടുള്ളൊരു മാറ്റമായിരിക്കും വരുന്നത്. അറിയപ്പെടാതെ കിടന്നിരുന്ന കലാകാരന്മാർക്കൊക്കെ അറിയപ്പെടാൻ കിട്ടുന്നൊരു അവസരമാണ്. ഞാൻ പറഞ്ഞില്ലേ, ദൈവാധീനം ഉള്ളത് കൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് അത് ലഭിച്ചിരിക്കും. നല്ല സമയമാണ്. പിന്നെ ഇവരുടെ സന്താനങ്ങൾക്ക് വളരെയധികം ഭാഗ്യങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ് ഈ വരുന്നത്. പഠിത്തത്തിലും അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്, അതിൽ പഠിക്കാൻ താല്പര്യമില്ലാതിരുന്ന വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ, സന്താനങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഈ കാലയളവിൽ വളരെ നല്ല രീതിയിൽ പഠിക്കുവാനും പഠനത്തിൽ ഉയർന്ന മാർക്കോടെ ജയിക്കുവാനും പരീക്ഷകളിലൊക്കെ വിജയിക്കുവാനും ഒക്കെ അവർക്ക് സാധിക്കും. നല്ല സമയമാണ്. സ്കോളർഷിപ്പ് ലഭിക്കും. അതേപോലെ തന്നെ വിദേശത്ത് പഠിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും വളരെ നല്ല കാലഘട്ടമാണ്. ഇവർക്ക് അതുപോലെ ഈ രാശിയിലെ നക്ഷത്രക്കാർക്ക് ഭൂമി, വാഹനം, യോഗം ആണ് കാണുന്നത്. നിങ്ങൾക്ക് ഭൂമി വാങ്ങിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പുതിയ വാഹനങ്ങൾ, അല്ലെ പഴയ വാഹനങ്ങളൊക്കെ സ്വന്തമാക്കുവാനുള്ള ഒരു സമയം തന്നെയാണ് ഈ കാലഘട്ടത്തിൽ വരുന്നത്. എന്തുകൊണ്ടും വളരെ ഉത്തമമായ ഒരു സമയം തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത്. അടുത്തത് കുംഭം രാശിക്കാരാണ്. കുംഭം രാശിയിലെ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കാണ് ഓഗസ്റ്റ് 1 മുതൽ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ, നല്ല മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം. വഴിപാടുകൾ എന്തെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾ ഫാമിലിയിൽ ആരുടെങ്കിലും, ഭാര്യയാണെങ്കിൽ ഭാര്യ, അല്ലെ ഭർത്താവാണെങ്കിൽ ഭർത്താവ്, മക്കളടുത്തൊക്കെ ചോദിക്കണം. നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും ക്ഷേത്രങ്ങൾ വഴിപാട് നേർന്നിട്ട് നടത്താതിരുന്നിട്ടുണ്ടോ എന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ, ഓർക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് പൂർത്തീകരിക്കണം. നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല മാറ്റം, നല്ല സമയം ഒക്കെയാണ് വരുന്നത്. പക്ഷേ നിങ്ങൾ പഴയ ചെയ്തിട്ടുള്ള, അതായത് നേരത്തെ ചെയ്ത വല്ല വഴിപാടുകൾ നടത്താതിരുന്നാൽ നമുക്ക് ഈ യോഗങ്ങളൊന്നും തന്നെ കിട്ടത്തില്ല. നിങ്ങൾക്കൊരു ജ്യോത്സ്യനെ പോയി കണ്ടു കഴിഞ്ഞാൽ അത് ചിലപ്പം അതിനെപ്പറ്റി അവർ ചോദിച്ച് മനസ്സിലാക്കി തരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രതിവിധി കണ്ടെത്തുന്നതായിരിക്കും. എന്നിരുന്നാലും എന്തു വന്നാലും നമുക്ക് ഈ നാളുകാർക്ക് വളരെ നല്ല സമയം തന്നെയാണ് വരുന്നത്. അതായത് നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് നല്ല അവസ്ഥയായിരിക്കും. ഇനി മുതൽ വർഷങ്ങളായിട്ട് നിങ്ങളുടെ ശരീരത്തിനും അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പൂർണ്ണമായിട്ടും അത് മാറി ആരോഗ്യവാന്മാരാകും. അതുപോലെ അസുഖങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാത്തൊരവസ്ഥയുണ്ടെങ്കിൽ അതും ഈ സമയത്ത് നടക്കുന്നതായിരിക്കും. ഡോക്ടർമാരത് കണ്ടുപിടിക്കുന്നതായിരിക്കും. വളരെ നല്ല സമയം തന്നെയാണ് വരുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് പ്രമോഷൻ ലഭിക്കും. അവർ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കും. അവരുടെ ഉന്നതാധികാരികളിൽ നിന്ന് പ്രശംസയും, അതായത് ഓഫീസിൽ പബ്ലിക്കായിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിങ്ങളെ പ്രശംസിക്കുന്നൊരവസ്ഥയൊക്കെ വരും. വളരെ നല്ല സമയം തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ലോണിനൊക്കെ അപേക്ഷിച്ച് കൊടുത്തിട്ട് കിട്ടാതിരിക്കുന്നവർക്ക് ലോൺ ലഭിക്കും ഈ സമയത്ത്. ചിട്ടി വീഴും. ലോട്ടറി ഭാഗ്യമുണ്ട്. നറുക്കെടുപ്പ് ഭാഗ്യം എന്നാണ് പറയുന്നത്. ലോട്ടറി ഭാഗ്യമുണ്ട്. എന്തുകൊണ്ടും നല്ല സമയം. സാമ്പത്തിക അഭിവൃദ്ധി തന്നെ ആയിരിക്കും വരുന്നത്. നല്ല രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധി ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വരും. കടബാധ്യതകളെല്ലാം തന്നെ അടച്ചു തീർക്കും. ആധാരമൊക്കെ ബാങ്കിൽ ലോണിലൊക്കെ വെച്ചിട്ട് അതിന് വേണ്ടി എടുത്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൈസ അടച്ച് തിരിച്ചെടുക്കും. വീട് മോടി പിടിപ്പിക്കും. അതായത് വീട്ടിൽ ഓൾട്ടറേഷൻ ചെയ്ത് മോടി പിടിപ്പിക്കും. ഫാമിലിയുമായിട്ട് ദീർഘദൂര യാത്രകൾ, ഉല്ലാസയാത്രകൾ, ക്ഷേത്ര ദർശനം, ഇതെല്ലാം നടക്കും. അതായത് ഒരു വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന നല്ലൊരു മാറ്റം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. എന്തുകൊണ്ടും നല്ല ഉയർച്ചയുടെ കാലം തന്നെ.
നിങ്ങൾ എഴുതി തള്ളിയിരുന്ന നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ തലയുയർത്തി നടക്കാൻ സാധിക്കും. എല്ലാ വ്യാഴാഴ്ച തോറും നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തണം. ശ്രീകൃഷ്ണ ക്ഷേത്രമാണെങ്കിൽ അത്രയും നല്ലത്. വളരെ നല്ല മാറ്റങ്ങളായിരിക്കും വരുന്നത്. എല്ലാവർക്കും നല്ല സമയം തന്നെയാണ്. എന്നിരുന്നാലും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഒരു ജ്യോത്സ്യനെ കണ്ട് നിങ്ങളുടെ ഗ്രഹനിലയോ ജാതകമോ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രഹങ്ങളുടെ ചെറിയ മാറ്റങ്ങളൊക്കെ കാണുമല്ലോ. എന്തെങ്കിലും ദോഷഫലങ്ങളുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്ന പോലെ ചെറിയ വഴിപാടുകൾ നടത്തി അത് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ എല്ലാ മാറ്റങ്ങളും യോഗങ്ങളും ഭാഗ്യങ്ങളും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലത് മാത്രം വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.